ആൻറ്റിബയോട്ടിക്സൊക്കെ ഇന്ന് നമുക്ക് അവൈലബിൾ ആണെങ്കിലും ആൻറ്റിബയോട്ടിക്സിൻ്റെ ചിലവിനേക്കാളും വളരെ അതിനോടനുബന്ധിച്ച് ന്യൂമോണിയ ബാധിച്ചു കഴിഞ്ഞാൽ വരുന്ന മറ്റ് ഹോസ്പിറ്റലൈസേഷൻ ചിലവുകൾ, തൊഴിൽ നിന്ന് ചിലപ്പം 3 ആഴ്ച തുടങ്ങി 3 മാസം വരെ വിട്ടു നിൽക്കേണ്ടി വരിക, അങ്ങനെ തൊഴിൽ ദിന നഷ്ടങ്ങൾ, മുതലാളിക്ക് നഷ്ടം, ഇൻഷുറൻസ് കമ്പനികൾക്ക് നഷ്ടം, അങ്ങനെ പൊതുവെ എല്ലാവർക്കും ഒരു നഷ്ടത്തിൽ കലാശിക്കുന്ന ജീവഹാനിക്ക് പുറമെ ഉള്ള ഒരു സ്ഥിതിവിശേഷത്തിലോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് പൊതുവിൽ ന്യൂമോണിയാസ്. വൈറസ് ബാധിക്കുന്നത് അല്ലെങ്കിൽ വൈറസ് ന്യൂമോണിയ ഉണ്ടാക്കുന്നത് ഇൻഫ്ലുവൻസ വൈറസുകളാണ്. ഇൻഫ്ലുവൻസ വൈറസ് പുറമെ പിന്നെ നമുക്ക് പിന്നുള്ളത് അഡിനോ വൈറസാണ്. പിന്നെ ഉള്ളത് മീസിൽസ് അല്ലെങ്കിൽ റൂബിയോള വൈറസ്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട വൈറസിനെതിരെയാണ് നമ്മൾ വാക്സിനേഷൻ ഉള്ളത്. ഇൻഫ്ലുവൻസ വാക്സിനേഷൻ ആണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെറുപ്പക്കാരിൽ 3 വയസ്സ് 4 വയസ്സിൽ വേണമെങ്കിൽ തുടങ്ങാം. അതും എല്ലാ വർഷവും എടുക്കേണ്ടി വരും. ഫ്ലൂ വാക്സിൻ്റെ പ്രത്യേകത അതാണ്. ബാക്ടീരിയൽ വാക്സിനെ അപേക്ഷിച്ചിട്ട് ഇത് പെട്ടെന്ന് അതിൻ്റെ ജനറ്റിക് ചേഞ്ച് വരുത്തുന്നതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും ഈ ഇൻഫ്ലുവൻസ വാക്സിൻ ഓരോ വർഷവും എടുക്കേണ്ടി വരും. വൈറൽ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന ന്യൂമോണിയയുടെ ഒരു അപൂർവമായിട്ടുള്ള ഒരു കാരണം ചിക്കൻ ബോക്സ്, വാരിസെല്ല വൈറസും പോലെ ഉണ്ടാകുന്നതാണ്. ഇതത്ര ഗൗരവമായിട്ട് പൊതുവെ കാണാറില്ലെങ്കിൽ അപൂർവം ചിലർക്ക് അതുപോലും മാരകമായിട്ടുള്ള ന്യൂമോണിയ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെതിരെയുള്ള ചിക്കൻ ബോക്സ് വാക്സിനേഷൻ ഇന്ന് ലഭ്യമാണ്. അത് 5-6 വയസ്സാകുമ്പോൾ എടുക്കാം. ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കാം. അങ്ങനെയാണ് അതിൻ്റെ തോത്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ബാക്ടീരിയ പോലെ ഉണ്ടാകുന്ന ന്യൂമോണിയക്കെതിരെയും ഇതുപോലെ നമുക്ക് ന്യൂമോകോക്കൽ വാക്സിൻ പോലെ വാക്സിനുണ്ട്. അതും എല്ലാ പ്രായക്കാർക്കും എടുക്കാവുന്നതാണ്. അത് ചെറുപ്പത്തിൽ ഒരു 4-5 വയസ്സാകുമ്പോൾ ഫസ്റ്റ് ഡോസ് എടുക്കാം. പിന്നെ 5 വർഷങ്ങൾ കൂടുമ്പോൾ ബൂസ്റ്റർ ഡോസ് എടുക്കണം. അങ്ങനെയാണ് അതിൻ്റെ രീതി. Futurist Hospital. Health is happiness.